ഞാൻ ഈ അടിയന്തര പ്രമേയത്തെ എതിർക്കുകയാണ്. അതിനോടൊപ്പം ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറായ മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. കാരണം കഴിഞ്ഞ 3 ദിവസമായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിയന്തര പ്രമേയം കൊണ്ടുവരിക, അത് ചർച്ച ചെയ്യുന്നതിന് അവസാനിക്കുന്നതിന് മുമ്പ് മറുപടി കേൾക്കാതെ ബഹിഷ്കരിച്ച് ഓടുക, പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരിക, പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സഭയിൽ പ്രസംഗിക്കുക. പക്ഷേ പത്രസമ്മേളനത്തിന്റെ കാര്യം സഭയിൽ മിണ്ടാൻ പാടില്ല. അതാണ് ഇന്നിപ്പോ കണ്ടത്. ജോയി AK ആന്റണി നടത്തിയ പത്രസമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത് പരിധിക്കുള്ളിൽ നിന്ന് വർത്തമാനം പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അന്നേരം റൂള് ചട്ടം ഒക്കെ ആയി. പക്ഷെ അവർക്ക് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാം. അതുപോലെ തന്നെ പ്രസംഗങ്ങളിലെല്ലാം പത്രവാർത്തകളുടെ അത് അവതരിപ്പിച്ച ആൾ തന്നെ പത്രവാർത്തകൾ ശരിയാകാം തെറ്റാകാം. അപ്പൊ ശരിയോ തെറ്റോ എന്ന് ഉറപ്പില്ലാത്ത കാര്യം പോലും ഇവിടെ പറയുകയാണ്. എനിക്ക് വിനയപൂർവ്വം പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന്റെ മറുപടി കേൾക്കാൻ പൂർണ്ണമായും ഇരിക്കണമേ എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഒന്ന്, വിലക്കയറ്റത്തെ കുറിച്ചാണ് അവർ പറഞ്ഞത്. ഇപ്പൊ കേരളത്തിലല്ല അവർ താമസിക്കുന്നത് തോന്നുന്നു. പണപ്പെരുപ്പം രാജ്യവ്യാപകമായിട്ടുള്ളതാണ്, ലോകവ്യാപകമാണ്. പക്ഷെ കേരളത്തിന്റെ എന്താണ് അവസ്ഥ? അത് മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവരുന്നത്. അത് ഇപ്പോഴും മാത്രമല്ലല്ലോ, എല്ലാത്തിനെയും നെഗറ്റീവായി മാത്രം കാണുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോ കേരളത്തിന്റെ നന്മയ്ക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാത്തിനെയും എതിർക്കുക. നമുക്കറിയാം, ഇപ്പൊ നാഷണൽ ഹൈവേ ഞങ്ങൾ അനുവദിക്കില്ല അല്ലേ? വയൽക്കിളി സമരം നമ്മൾ മറന്നു പോകരുതല്ലോ. വയൽക്കിളി സമരം, ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കാൻ പോയി, അതിനെതിരായിട്ട് സമരം. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ പോയി, അതിനെതിരായിട്ടും സമരം. എന്തിനേറെ പറയുന്നു, വയനാട് തുരങ്കപാത അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾ എതിർക്കും. പക്ഷെ ഈ പറഞ്ഞതെല്ലാം കേരളത്തിൽ പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കി എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇവിടെ നമുക്ക് ഇപ്പൊ കേരള സംസ്ഥാനത്ത് മുഴുവൻ പേർക്കും റേഷൻ ഉണ്ടായിരുന്ന ഒരു നാടാണിത്. അതിനെ APL BPL ആക്കി മാറ്റം വരുത്തിയത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. NFS ആക്ട് കൊണ്ടുവന്നിട്ട് അതിൽ BPLകാർക്ക് മാത്രമായി റേഷൻ പരിമിതപ്പെടുത്തി. ഈ കേരളത്തിൽ APLകാർക്കും കുറച്ച് കൂടിയ വിലക്കാണെങ്കിലും റേഷൻ കിട്ടും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ മാത്രമാണ്, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് APLകാർക്ക് റേഷൻ ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കാണാതെ പോകരുത്. ഇവിടെ 8 രൂപ 23 പൈസയ്ക്ക് വാങ്ങിക്കുന്ന അരി 4 രൂപയ്ക്ക് APLലെ വെള്ളക്കാർഡ്, നീലക്കാർഡ്, ബ്രൗൺ കാർഡ് ഉടമകൾക്ക് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഭക്ഷ്യവിഹിതം 16 ലക്ഷം ടൺ ആയിരുന്നല്ലോ, അത് 14 കുറച്ചു. ആ കുറച്ചതിനെതിരായി പ്രതിഷേധിക്കാനോ, അന്ന് രണ്ടാം UPA ഗവൺമെന്റ് ആണല്ലോ, അത് അനുവദിപ്പിച്ചെടുക്കാനോ കേരളത്തിലെ UDF കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഓണം വിപണിയിലെ ഇടപെടലിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഓണം വിപണിയിലെ ഇടപെടൽ ഫലപ്രദമായി ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷം ഉണ്ടായിരുന്നു. സർക്കാർ ഓഫീസുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, എല്ലാ സ്ഥലത്തും ഓണം ആഘോഷിച്ചു. കാരണം അല്ലലില്ലാതെ കാണം വിൽക്കേണ്ടി വന്നില്ല വിൻസെന്റ്. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി അവരുടെ കൈകളിലേക്ക് പൈസ എത്തിച്ചു കൊടുത്തു. ഇവിടെ 386 കോടി രൂപയുടെ വിറ്റുവരവിനെ കുറിച്ച് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തോളൂ. അത് മാത്രമാണോ ഞാൻ പറഞ്ഞത്? ഇവിടെ സപ്ലൈകോ വഴി മാത്രമാണ് ഇതെല്ലാം വിപണി ഇടപെടൽ നടത്തിയത് ആണോ? അല്ല. പിന്നെയോ, കൺസ്യൂമർ ഫെഡ്
സഹകരണ മേഖല, അതുപോലെ തന്നെ ഹോർട്ടി കോർപ്പറേഷൻ, പിന്നെ റേഷൻ കടകൾ വഴി പിന്നെ കുടുംബശ്രീ, സമസ്ത മേഖലയിലുള്ള ഇടപെടലുകൾ അതുവഴി 1386 കോടിയല്ല 1305.08 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. അപ്പൊ അതിനെ ഒന്ന് നേരത്തെ 321 രൂപയുടെ ഒരു കണക്ക് നേരത്തെ 386 ആകുമ്പോ എത്ര രൂപ എന്നുള്ളതിനെ സംബന്ധിച്ച് വിൻസെന്റ് ഒരു കണക്ക് പറഞ്ഞല്ലോ. ഇതും കൂടെ ചേർത്താണ് കണക്ക് കൂട്ടേണ്ടത്. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സന്തോഷകരമായൊരു കാര്യം, സപ്ലൈകോ വഴി 529 രൂപ വിലയുള്ള 1 ലിറ്റർ കേര വെളിച്ചെണ്ണ 450 രൂപയ്ക്കും തുടർന്ന് 445, 429 നിരക്കുകളിലും ലഭ്യമാക്കിയിരുന്നു. ഇതൊരു സന്തോഷകരമായ വാർത്ത. ഇത് അടുത്ത തിങ്കളാഴ്ച മുതൽ 419 രൂപ നിരക്കിൽ വിതരണം ചെയ്യാൻ സപ്ലൈകോ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരി വെളിച്ചെണ്ണ സബ്സിഡിയായി 349 രൂപയ്ക്കും നോൺ സബ്സിഡി 429 രൂപയ്ക്കും ലഭ്യമാക്കി. സബ്സിഡി വില തുടർന്ന് 339 രൂപയാക്കി കുറച്ചു. തിങ്കളാഴ്ച മുതൽ 319 രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കും. ഇതാണ് പ്രത്യേകത. ഇങ്ങനെയാണ് വിപണിയിൽ സർക്കാർ ഇടപെടുന്നത്. വളരെ ഫലപ്രദമായി ബഡ്ജറ്റ് വിഹിതത്തിന് പുറമേ ഉള്ളത് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് വില നിലവാരം പിടിച്ചു നിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വില നിയന്ത്രിക്കുന്നത് ആരാ? വില നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കാണ്? ഞാൻ പറഞ്ഞ എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955 അത് ഇല്ലാതാക്കിയതാരാ? വില നിശ്ചയിക്കാനുള്ള അധികാരം നഷ്ടപ്പെടുത്തിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. നിങ്ങളുടെ നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി വിപണി തുറന്നു കൊടുത്തതിന്റെ ദുരിതം നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മളൊരു ഉപഭോഗ സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ വില നിയന്ത്രിക്കാൻ നമ്മളിപ്പോ കുപ്പിവെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ സർക്കാർ വില നിശ്ചയിച്ചല്ലോ. പക്ഷെ ഹൈക്കോടതി നിങ്ങൾക്ക് വില നിശ്ചയിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശം കൊള്ളാം, പക്ഷെ നിയമപരമായ അതിനുള്ള അവകാശമില്ല. അത് കേന്ദ്രത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് ആ സന്ദർഭത്തിലാണ് വില നിശ്ചയിക്കാനുള്ള അവകാശമില്ലാത്തൊരു ഗവൺമെന്റ് വിപണിയിൽ ഇടപെട്ട് വില നിലവാരം പിടിച്ചു നിർത്തി. അതിന്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് ഈ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരം ഇല്ലാതാക്കി അവർക്ക് സംരക്ഷണ കവചമൊരുക്കി ഓണം കെങ്കേമമാക്കി വില നിലവാരം പിടിച്ചു നിർത്തിയ ഈ ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തെ ശക്തമായി എതിർക്കുന്നു.